ബംഗ്ലാദേശിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനസിനെതിരെ ന്യൂയോർക്കിൽ പ്രതിഷേധം. UN ജനറൽ അസംബ്ലി അഭിസംബോധന ചെയ്യുന്നതിനിടെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ അനുകൂലിക്കുന്നവരാണ് പ്രതിഷേധിച്ചത്. യൂനസ് പാകിസ്ഥാൻ പൗരനാണെന്നും തിരിച്ചു പോകണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. ഐസൺ, ഈ വാർത്തയുടെ വിവരങ്ങൾ കൂടി. ഐസൺ, കേൾക്കാമെങ്കിൽ ബംഗ്ലാദേശ് മുഖ്യ ഉപദേഷ്ടാവിനെതിരെ ന്യൂയോർക്കിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും ദുർഗ, ഈ ന്യൂയോർക്കിൽ അതിശക്തമായ പ്രതിഷേധം, അതായത് UN ജനറൽ അസംബ്ലിയിൽ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി മുഹമ്മദ് യൂനസ് എത്തിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ശക്തമായ ഒരു പ്രതിഷേധം അവിടെ ബംഗ്ലാദേശിലുണ്ടായത്. ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീനയെ പിന്തുണയ്ക്കുന്ന, അതായത് നമുക്കറിയാവുന്നതാണ്, ഷെയ്ഖ് ഹസീനയെ സ്ഥാനഭ്രഷ്ടയാക്കിയതിനു ശേഷമാണ് ഈ ഒരു സംവിധാനം അവിടെ നടപ്പിൽ വരികയും ഒരു വലിയ കലാപം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെ ഇത്തരത്തിലൊരു സംവിധാനം നടപ്പിൽ വരികയും പുതിയ സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായി മുഹമ്മദ് യൂനസ് നിയമിക്കപ്പെടുകയും ചെയ്തത്. വൈകാതെ തന്നെ തെരഞ്ഞെടുപ്പുകൾ നടക്കുമെന്നൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട് എങ്കിൽ കൂടി തുടർ നടപടികളൊന്നും തന്നെ പ്രായോഗികമായി ഉണ്ടാകുന്നില്ല. ഒരു ഇസ്ലാമിക രാഷ്ട്രമായി ബംഗ്ലാദേശ് മാറുന്നു, കടുത്ത രീതിയിലുള്ള ഇസ്ലാമിക സ്വഭാവമുള്ള രാഷ്ട്രമായി മാറുന്നു എന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഷെയ്ഖ് ഹസീനയെ അനുകൂലിക്കുന്നവർ ശക്തമായ പ്രതിഷേധവുമായി ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയിൽ ഇദ്ദേഹം പ്രസംഗിക്കുന്ന വേളയിൽ എത്തുകയും ചെയ്തത്. അത് അവരുടെ പരാമർശമാണ് ഏറ്റവും ഗൗരവമേറിയ ഒരു പരാമർശമായി നിരീക്ഷിക്കപ്പെടുന്നത്. ഈ മുഹമ്മദ് യൂനിസ് പാകിസ്ഥാനിയാണെന്നും പാകിസ്ഥാനിലേക്ക് തന്നെ തിരിച്ചു പോവുക എന്ന നിലപാട് കൃത്യമായി പറയുകയും ചെയ്തുകൊണ്ടാണ് പ്രതിഷേധം അരങ്ങേറിയത്. അവിടെയാണ് ഏറെ ഗൗരവമേറിയ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നതെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ബംഗ്ലാദേശിൽ നിലനിൽക്കുകയും പ്രതിഷേധങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഉയരുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ മുഹമ്മദ് യൂനസിനെതിരെ കൃത്യമായ ഒരു നിലപാട് ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീനയെ പിന്തുണയ്ക്കുന്നവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അത് അന്താരാഷ്ട്ര വേദികളിൽ പരാമർശിക്കപ്പെടുകയും ചെയ്യുന്നു. പ്രധാനമായും എടുത്തു പറയേണ്ടത് പാകിസ്ഥാന്റെ ഒരു ഇടപെടൽ. നേരത്തെ 1971 എങ്ങനെയാണോ പാകിസ്ഥാനിൽ നിന്നും മോചനം നേടിയത്, അതേ മോചനം നേടിയ രാജ്യവുമായി തുടർന്നും ബന്ധങ്ങൾ സ്വീകരിക്കുകയും ഭാരതവുമായി എതിർപ്പ് തുടരുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ശക്തമായ നിലപാടുമായി പാകിസ്ഥാനിയായ മുഹമ്മദ് യൂനസ് പാകിസ്ഥാനിലേക്ക് തിരിച്ചു പോകണമെന്ന കൃത്യമായ നിലപാടുമായി ഇപ്പോൾ ഷെയ്ഖ് ഹസീനയെ പിന്തുണയ്ക്കുന്ന അന്താരാഷ്ട്ര സമൂഹം പോലും, അതായത് ബംഗ്ലാദേശിലെ പ്രവാസികൾ പോലും രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇത് വലിയ പ്രതിഷേധമാണ്, അല്ലെങ്കിൽ വലിയൊരു സൂചനയായി തന്നെ നിരീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ദുർഗ. ശരി ഐസൺ.